റോബോട്ടിക് സർജറി എന്നൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്. എന്താണ് ഈ റോബോട്ടിക് സർജറി? ഒരു റോബോട്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ? എന്നാലല്ല. റോബോട്ടിക് സർജറി എന്നാൽ ഒരു സർജൻ റോബോട്ടിക് സർജറിയിൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഒരു കൺസോളിൽ ഒരു ക്യാമറയുടെ മുൻപിൽ ഒരു വീഡിയോ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരലുകളിലൂടെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു റോബോട്ടിക് ആം പേഷ്യൻറ്റിൻ്റെ വയറിനകത്തേക്കോ അല്ലെങ്കിൽ എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഭാഗത്തേക്കോ വെച്ചിട്ട് ഈ കൺസോളിലൂടെ വീഡിയോ കണ്ടുകൊണ്ട് കൈകളുടെ മൂവ്മെൻറ്റ്സിലൂടെ ആ റോബോട്ടിക് ആംസ് മൂവ് ചെയ്യുന്ന സർജറിക്ക് പേരാണ് റോബോട്ടിക് സർജറി. അതായത് ഒരു മെഷീൻ ആം, മെഷീൻ കൈ പേഷ്യൻറ്റിൻ്റെ എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ അവയവത്തിലേക്ക് കടത്തിവിട്ട് ക്യാമറയിലൂടെ സർജനെ മാഗ്നിഫൈഡ് ആയിട്ട് കണ്ടുകൊണ്ട് സർജൻ്റെ കൈകൾ ഒരു കൺസോളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ മെഷീൻ ആംസ് തിരിച്ചും യൂസ് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ ചെയ്യുന്ന ഒരു സർജറിക്ക് പറയുന്നതാണ് റോബോട്ടിക് സർജറി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? അതാണ് നിങ്ങളെല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യം. അഡ്വാൻറ്റേജ് പലപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഒരു സർജൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഒരു സ്റ്റിച്ച് ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളുടെ മൂവ്മെൻറ്റ് ഇവിടം വരെ എത്തുമ്പോൾ സ്റ്റോപ്പാകും. പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ട് വേണം ഇങ്ങനെ ഒന്നുകൂടെ തിരിക്കാൻ. അതേസമയം റോബോട്ടിക് മെഷീൻ്റെ ആമിന് 360 ഡിഗ്രിയും തിരിയാൻ സാധിക്കും. അതായത് ഇത് ആ ആമാണെങ്കിൽ നമ്മൾ സർജൻ ഇവിടെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഈ ആം സ്റ്റിച്ച് ഇടുന്നത് ഇങ്ങനെ ഒറ്റയടിക്ക് തിരിക്കാൻ പറ്റും. ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കിട്ടും. മാത്രമല്ല ഈ മാഗ്നിഫൈഡ് വീഡിയോയിലൂടെ സർജന് കൂടുതൽ ക്ലിയറായിട്ട് കാര്യങ്ങൾ കാണാനും സാധിക്കും. ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നതിലൂടെ ഗുണമുള്ള വളരെ ചുരുക്കം ചില ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിനും റോബോട്ടിക് സർജറി ഗുണപ്പെടില്ല. ഏതാനും ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പ്രോസ്റ്റേറ്റിൽ ചെയ്യുന്ന സർജറി. റോബോട്ടിക് പ്രോസ്റ്റേറ്റക്ടമി മറ്റ് സർജറിയെക്കാട്ടിലും, മറ്റ് തരത്തിലുള്ള ഓപ്പൺ പ്രോസ്റ്റേറ്റക്ടമിയെക്കാട്ടിലും ലാപ്രോസ്കോപ്പിയെക്കാട്ടിലും ഒക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. ബ്രെയിനിലോട്ടുള്ള സർജറീസ് റോബോട്ടിക്സിലൂടെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ കുറച്ച് സർജറീസ് മാത്രമേ റോബോട്ടിക് സർജറിയിലൂടെ കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു സർജനെ കാണുമ്പോൾ അവർ സംസാരിക്കുകയാണെങ്കിൽ റോബോട്ടിക് സർജറി ഇസ് എ പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുകയും ഇത് എങ്ങനെയാണ് മറ്റേതിനേക്കാട്ടിലും ബെറ്റർ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.